ഫെമിനിസം. ഫെമിനിസം എന്ന് കേൾക്കുമ്പോഴേ പലർക്കും വെറുപ്പും പുച്ഛവും ഒക്കെയാണ്. ഞാൻ ഒരു ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നിനക്ക് നീ പുരുഷവിരോധിയാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ്. എന്നാൽ പുരുഷവിരോധി അല്ല ഫെമിനിസം. റിയൽ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ കാണുന്നതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് പുരുഷന്മാർക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൽ നിൽക്കുകയും സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൽ നിൽക്കുകയും ചെയ്യുക, അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം പ്രശ്നം വരുമ്പോൾ നിൽക്കുന്നതല്ല ഫെമിനിസം. എന്നാൽ സ്ത്രീകളെ ഓരോ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫെമിനിസം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കൂടി എനിക്ക് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും സ്ത്രീകൾക്ക് സാധിക്കത്തില്ലായിരുന്നു, ബുക്ക് ചെയ്താനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് ഇതൊക്കെ പറ്റും, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രിവിലേജസും കിട്ടിയിട്ട് നിങ്ങൾ ഫെമിനിസത്തെ പുച്ഛിക്കരുത്. കാരണം അങ്ങനെ ഒരു ഫെമിനിസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ചാനലുകളിലെല്ലാം വന്നിരുന്നിട്ട് എന്തിനാണ് ഫെമിനിസം എന്നതിൻ്റെ ആവശ്യമില്ല, എന്താണ് ഫെമിനിസം എന്നൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ ഫെമിനിസം എന്താണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.